ആലുവ നഗരത്തിൽ ഇറച്ചി മാലിന്യവുമായി പോയ വാഹനത്തിന്റെ ഡോർ തുറന്ന് പോയതിനെ തുടർന്ന് മാലിന്യങ്ങൾ റോഡിൽ ചിതറിത്തെറിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ശക്തമായ ദുർഗന്ധം ഉയർന്നതിനെ തുടർന്ന് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും വാഹനത്തെ പിന്തുടർന്ന് പിടികൂടിയെങ്കിലും ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ആലുവ നഗരസഭയിലെയും ചൂർണിക്കര പഞ്ചായത്തിലെയും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ആലുവ നഗരത്തിൽ ഇറച്ചി മാലിന്യങ്ങൾ റോഡിൽ ചിതറിത്തെറിച്ചതുമൂലം ശക്തമായ ദുർഗന്ധമുയർന്നതിനെ തുടർന്ന് പ്രദേശവാസികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ശക്തമായി പ്രതികരിച്ചു. മാലിന്യം റോഡിലേക്ക് തള്ളിയ വാഹനം ജനങ്ങൾ പിന്തുടർന്ന് പിടികൂടിയെങ്കിലും വാഹനം ഓടിച്ചിരുന്നയാൾ വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ആലുവയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഇറച്ചിക്കടകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഏജൻസിയുടെ വാഹനത്തിന്റെ ഡോർ തുറന്നു പോയതിനെ തുടർന്നാണ് മാലിന്യങ്ങൾ റോഡിൽ വീണത്. വാഹനത്തിൽ മാലിന്യങ്ങൾ കുത്തിനിറച്ച നിലയിലായിരുന്നുവെന്നും ചോരയും മാംസവും റോഡിൽ ചിതറിപ്പോയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ചൂർണിക്കര പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറാണ് ഞാൻ. എന്റെ വാർഡിന്റെ പരിധിയിലാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ചിക്കൻ വേസ്റ്റുമായിട്ട് പോയ വണ്ടി പിടിച്ചിട്ടിരിക്കുന്നത്. അവര് ആലുവ മുതല് വന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പോ ഇവിടെ വന്നപ്പോഴേക്കും നാട്ടുകാരും യൂണിയൻ ആളുകളും ഇടപെട്ട് എല്ലാവരും കൂടെ പിടിച്ചിട്ടു. പക്ഷെ ഡ്രൈവർ വേസ്റ്റ് ക്ലീൻ ചെയ്യുന്നുള്ള വ്യാജേന റോഡിൽ കൂടെ വേസ്റ്റ് എടുത്തുകൊണ്ട് ആള് ഓടിക്കളഞ്ഞു. പോലീസുകാരെ വിളിച്ചു വരുത്തി പോലീസുകാർ വന്നപ്പോഴേക്കും അവൻ കടന്നു കളഞ്ഞു. ഇതിനെ എത്രയും പെട്ടെന്ന് ഇത് കൊണ്ടുപോകേണ്ട രീതിയിലല്ല ഈ വാഹനം കൊണ്ടുപോയിരിക്കുന്നത്. അത് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇവിടെ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം. രാവിലെ ഇറങ്ങിയ ഈ വാഹനം ആലുവ പമ്പുകളെ മുതൽ വരുന്നതാണ്. ഇതിനകത്ത് കോഴി വേസ്റ്റും മീൻ വേസ്റ്റുമാണ് ഉള്ളത്. ഈ ലോറി ഒരു സുരക്ഷിതമല്ലാത്ത നിലയിൽ, ഇത് വളരെ ഒരു ഉത്തരവാദിത്വമില്ലാത്ത നിലയിലാണ് ഇതിനകത്ത് വേസ്റ്റ് കയറ്റി ഇത് ഗോഡൌണിലേക്ക് കൊണ്ടുപോകുന്നത് തന്നെ. ഇത് പ്രോസസ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. പക്ഷെ പമ്പുകൾ മുതൽ KSRTC സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, KSRTC സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കാരത്തുള്ളി ജംഗ്ഷൻ, പുളിഞ്ചോട്, കമ്പരിപ്പടി മുതൽ അവിടെ നിന്ന് യൂട്ടേൺ എടുത്ത് ഈ സ്റ്റാൻഡേർഡ് റോഡ് മുഴുവനും റോഡിലെല്ലാം വേസ്റ്റ് ആണ്. ആളുകൾ മൂക്കുപൊത്തിയാണ് നടക്കുന്നത്. മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുമെന്നുള്ള അവസ്ഥ പോലും വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഇത് കർശന നടപടി എടുക്കണം. ഈ ഡ്രൈവർ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ആളവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത്. ആളുകളെല്ലാം മൂക്കുപൊത്തിയിട്ടാണ് റോഡിലൂടെ നടക്കുന്നത്. ഞാൻ ആലുവ മുനിസിപ്പൽ ഹെൽത്ത് സ്ഥലീകരണമാണ്. ഇന്ന് രാവിലെ മുതൽ ജനം വിളിക്കുന്നതാണ് ഞാനിത് അറിയുന്നത്. പെരുമ്പാട് ഭാഗത്തുനിന്നാണ് ഈ വേസ്റ്റ് വന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ ചെമ്പശ്ശേരി ജംഗ്ഷൻ മുതൽ ഇങ്ങനെ മാവത്തീറ്റ് മുതൽ പമ്പ് ജംഗ്ഷൻ മുതൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, കാരത്തുള്ളി ജംഗ്ഷൻ നേരെ പോകുന്നപ്പോൾ ഇവിടെ വന്നത് നമ്മുടെ സ്റ്റാൻഡ് പോർട്ട് റോഡിലാണ്. റോഡ് മുഴുവനും വേസ്റ്റ് താഴെയിട്ട് നാറിയിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന സിറ്റുവേഷനാണ്. ഇത് പുറമെ വന്ന വാഹനം ഈ വാഹനത്തിനോട് പറഞ്ഞിട്ട് ഒരു മൈൻഡ് ചെയ്യാതെ അവരിത് ഇത്രയും എത്തിച്ച് ഈ പ്രദേശം മുഴുവൻ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മൊത്തം നാശം മോഹമാക്കിയിട്ടിരിക്കുകയാണ്. ഈ വണ്ടിയിൽ വേസ്റ്റ് കൊണ്ടുപോകുന്നത് അവർ പ്രോസസ് ചെയ്യാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടയാറുള്ള ഒരു സ്ഥാനത്തിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇത് കൊണ്ടുപോകുമ്പോൾ അത് ഫ്രീസ് ചെയ്യാതെ വണ്ടിയും വേസ്റ്റ് പുറത്തു പോകാത്ത സൗകര്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന വണ്ടിയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ലാണ് നിയമമുള്ളത്. അതിനാണ് നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇതൊരു നിരുത്സാഹപരമായി യാതൊരു ബാധ്യതയില്ലാതെ ഉത്തരവാദിത്ത രീതിയിൽ തോന്നിയാസം കാണിച്ചിട്ടുള്ള നടപടിയെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അത് ഏകദേശം ഒരു 8 മണിയോട്ടാകുമ്പോഴാണ് വാഹനത്തില് കടന്നു പോയിട്ട് പോലീസിനെ വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഡ്രൈവറോട് ചോദിച്ച് അവര് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നീങ്ങിയിട്ടുണ്ട്. അതിന്റെ നടപടിയിലോട്ട് അവർ നീങ്ങുമെന്ന് പറഞ്ഞു. ഈ മാലിന്യങ്ങൾ എടയാറിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതായാണ് പറയപ്പെടുന്നത്. ആലുവ നഗരസഭയിലെയും ചൂർണിക്കര പഞ്ചായത്തിലെയും ആരോഗ്യ വിഭാഗവും പോലീസും സംഭവവുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.